Good morning students. In mobile communication, കഴിഞ്ഞ ക്ലാസ്സിൽ വയർലെസ് ലാൻ ടെക്നോളജീസിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. വയർലെസ് ലാനിൽ ട്രാൻസ്മിഷൻ ടെക്നിക്സ് ബേസ് ചെയ്തിട്ട് അതിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിരുന്നു. ഇൻഫ്രാറെഡ് ലാൻ, സ്പ്രെഡ് സ്പെക്ട്രം ലാൻ ആൻഡ് നാരോ ബാൻഡ് മൈക്രോവേവ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഫ്രാറെഡ് ലാൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്രാറെഡ് ലാൻ ട്രാൻസ്മിഷൻ ടെക്നിക്സ് ഒക്കെ എന്തൊക്കെയായിരുന്നു എന്ന് നോക്കിയിരുന്നു. ഓക്കെ, ഇന്ന് പഠിക്കാനുള്ളത് റിമൈനിങ് ട്രാൻസ്മിഷൻ ടെക്നിക്സ് സ്പ്രെഡ് സ്പെക്ട്രം ലാൻ ആൻഡ് നാരോ ബാൻഡ് മൈക്രോവേവ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. സ്പ്രെഡ് സ്പെക്ട്രം ലാൻ വയർലെസ് ലാൻ ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ടെക്നിക്സ് ആണ് സ്പ്രെഡ് സ്പെക്ട്രം ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഈ വയർലെസ് ലാനിൽ പ്രൊവൈഡ് ചെയ്യേണ്ട എല്ലാ ഡിവൈസസിനെയും അല്ലെങ്കിൽ എല്ലാ സ്റ്റേഷൻസിനെയും ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സെല്ലാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. സോ മൾട്ടിപ്പിൾ സെൽ അറേഞ്ച്മെൻറ്റ് വഴിയാണ് ട്രാൻസ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കതെങ്ങനെയാണ് ഒരു ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഈ സ്പ്രെഡ് സ്പെക്ട്രം ലാനിന് പ്രോപ്പറായിട്ടൊരു ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് വയർലെസ് ലാൻ അതിൻ്റെ ഫിഗർ വെച്ചിട്ടാണ് സ്പ്രെഡ് സ്പെക്ട്രം ലാനും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിവൈസസ് ഉണ്ട്. ഈ ഡിവൈസസിനെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് സെല്ലാക്കിയിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഒരുപാട് സിസ്റ്റംസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സെല്ലിൻ്റെ നമ്പേഴ്സും കൂടും. ഇതൊരു നൊമാഡിക് സ്റ്റേഷനാണ്. അതിനൊരു പർട്ടിക്കുലർ ലൊക്കേഷൻ ഇല്ല. ഒക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ സ്പ്രെഡ് സ്പെക്ട്രം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിൽ ഓരോ സെല്ലിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രീക്വൻസി ആയിരിക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഈ ഒരു സെല്ല് അഡ്ജസൻറ്റ് സെല്ലിന് സെയിം ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യില്ല, ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക, ഇൻ്റർഫറൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, സ്പ്രെഡ് സ്പെക്ട്രം ലാനിൽ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോപ്പോളജിയാണ് യൂസ് ചെയ്യുന്നത്. ഹബ് ടോപ്പോളജി ഓർ പീർ ടു പീർ ടോപ്പോളജി. ഇതൊരു ഹബ് ടോപ്പോളജി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ്. ഓക്കെ, ഹബ് ടോപ്പോളജിയിൽ എല്ലാ സെല്ലിനും ഇറ്റ്സ് ഓൺ ഒരു ഹബ്ബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഈ ഹബ്ബ് മാത്രമേ ഇതിലെ സ്റ്റേഷൻസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, ഈ ഹബ്ബ് മോസ്റ്റ് ഓഫ് ദ കേസിലും സീലിങ്ങിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എങ്കിലല്ല ഈ എല്ലാ സിസ്റ്റത്തിനും, ആ സെല്ലിലെ എല്ലാ സിസ്റ്റത്തിനും ഫുൾ കവറേജിൽ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുമാത്രമല്ല, ഈ ഹബ്ബ് ഒരു ഹൈ സ്പീഡ് ബാക്ക്ബോൺ വയേർഡ് ലാനിനോട് കണക്റ്റഡ് ആയിരിക്കും. ഔട്ടർ സൈഡിൽ നിന്ന് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഹൈ സ്പീഡ് ബാക്ക് ബോൺ വയേർഡ് ലാനുമായിട്ട് അത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ ഹബ്ബും ഈ വയേർഡ് ലാനിനോട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ത്രൂ ഈ ഹബ്ബ് മാത്രമേ ഈ സ്റ്റേഷൻസിൽ ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റുള്ളൂ. Spread spectrum LAN is the most popular type of wireless LAN, as spread spectrum wireless LAN makes use of a multiple cell arrangement. Adjacent cell makes use of different center frequencies within the same band to avoid interference. And the topology can be either hub or peer-to-peer. In a hub topology, the hub is typically mounted on the ceiling, and the hub connected to a backbone wired LAN to provide connectivity to stations attached to the wired LAN and to stations that are part of wireless LANs in other cell. The hub may also control access by acting as a multipod repeater. Repeater പോലെയായിരിക്കും ആ ഹബ്ബ് ആക്ട് ചെയ്യുക, വിത്ത് സിമിലർ ഫങ്ഷണാലിറ്റി ടു ദ മൾട്ടിപോഡ് റിപ്പീറ്റർ ഓഫ് 10 megabits per second and 100 megabits per second Ethernet. And in this case, all stations in the cell transmit only to the hub and receive only from the hub. ഹബ്ബ് വഴി മാത്രമേ
സെല്ലിൽ എല്ലാ സ്റ്റേഷൻസിനും ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റുള്ളൂ. ആൻഡ് ഈ ഹബിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹാൻഡ് ഓഫ് ഓപ്പറേഷൻസ് അത് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റ് ഹബ്ബ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്. ഓക്കെ, സോ അതിൽ സിസ്റ്റംസ് ഉള്ളത് കൊണ്ട് തന്നെ സിഗ്നൽസ് ചില സിസ്റ്റത്തിന് വീക്ക് സിഗ്നൽസ് ആയിരിക്കും ഗെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. സോ ഈ ഒരു ഹബിന് അതിലെ സ്റ്റേഷൻസിന് നിയറസ്റ്റ് ഹബിലേക്ക് ഓട്ടോമാറ്റിക്കലി ഹാൻഡ് ഓഫ് ഓപ്പറേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് hub can function automatic handoff of mobile station and each station may broadcast using an omnidirectional antenna. ഈ സ്റ്റേഷൻസ് എല്ലാം omnidirectional antenna യൂസ് ചെയ്തിട്ടായിരിക്കും ഡാറ്റാസ് എല്ലാം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആൻഡ് സെക്കൻഡ് ടെക്നോളജി ഈസ് പിയർ ടു പിയർ ടോപ്പോളജി അല്ലേ. ഹബ് ആൻഡ് പിയർ ടു പിയർ ടോപ്പോളജി ആണ് സ്പ്രെഡ് സ്പെക്ട്രം ലാനിലുള്ളതെന്ന് പറഞ്ഞു. രണ്ടാമത്തത് പിയർ ടു പിയർ ടോപ്പോളജിയാണ്. അപ്പോൾ അതിൻ്റെ കേസിൽ ഹബിൻ്റെ ഒന്നും ആവശ്യമില്ല. പിയർ ടു പിയർ ടോപ്പോളജിയാണ് യൂസ് ചെയ്യുമെങ്കിൽ മാക് അൽഗോരിതം യൂസ് ചെയ്ത് CSMA ടെക്നിക്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് ആയിരിക്കും ആ പിയർ ടു പിയർ ടോപ്പോളജി യൂസ് ചെയ്തിട്ട് അവിടെ ട്രാൻസ്മിഷൻ പോസിബിൾ ആക്കുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് വയർലെസ് സ്പ്രെഡ് ലാൻ. Next wireless LAN transmission technique is narrowband microwave. Narrowband microwave LANിൽ ലൈസൻസ്ഡ് സ്പെക്ട്രവും അൺലൈസൻസ്ഡ് സ്പെക്ട്രവും പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ മുമ്പ് പഠിച്ച ഇൻഫ്രാറെഡ് ലാനിലായാലും സ്പ്രെഡ് സ്പെക്ട്രം ലാനിലായാലും ലൈസൻസ് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ഈ രണ്ട് ട്രാൻസ്മിഷൻ ടെക്നിക്സ് യൂസ് ചെയ്യായിരുന്നു. പക്ഷേ നാരോ ബാൻഡ് മൈക്രോവേവിൻ്റെ കേസ് വരികയാണെങ്കിൽ എല്ലാ നാരോ ബാൻഡ് മൈക്രോവേവ് ലാൻ പ്രൊഡക്റ്റിനും ലൈസൻസ് എടുക്കണം. ഓക്കെ, ഇൻ നാരോ ബാൻഡ് മൈക്രോവേവ് ലാൻസ് സിഗ്നൽ ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് മൈക്രോവേവ് റേഡിയോ ഫ്രീക്വൻസി ബാൻഡാണ്. ഇനി എന്തുകൊണ്ട് ഈ മൈക്രോവേവ് റേഡിയോ ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഇൻക്ലൂഡിങ് ഡാറ്റാസ് മാത്രമല്ല, ഇൻക്ലൂഡിങ് വോയിസ് ആൻഡ് വീഡിയോസ് വരെ ഈ മൈക്രോവേവ് റേഡിയോ ഫ്രീക്വൻസി യൂസ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലൊരു ടേം ആണ് നാരോ ബാൻഡ്. ഇപ്പോൾ ഇൻഫ്രാറെഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു അത് സ്പെക്ട്രം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. ഓക്കെ, ബട്ട് നാരോ ബാൻഡ് മൈക്രോവേവിൻ്റെ കേസിൽ ആ സിഗ്നൽസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ബാൻഡ് വിഡ്ത്ത് മാത്രമായിരിക്കും അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് അതിന് നാരോ ബാൻഡ് മൈക്രോവേവ് ലാൻസ് എന്ന് പറയുന്നത്. The term narrowband microwaves refers to the use of a microwave radio frequency band. The term narrowband microwave refers to the use of a microwave radio frequency band for signal transmission with a relatively narrow bandwidth just wide enough to accommodate the signal. All narrowband microwave LANs product have used a licensed microwave and microwave radio frequency usable for voice, data and video transmission. Narrowband microwave LAN licensed within specific geographical area to avoid potential interference between system. ഇപ്പോൾ ഇൻഫ്രാറെഡിൻ്റെ കേസിലായിരുന്നപ്പോൾ പറഞ്ഞിരുന്നു ഒരു സിംഗിൾ റൂമിൽ അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് റൂമിലായിരിക്കും ഇൻഫ്രാറെഡ് സിഗ്നൽ യൂസ് ചെയ്തുകൊണ്ട് വയർലെസ് ലാൻ സെറ്റപ്പ് ചെയ്യാന്ന് പറഞ്ഞിരുന്നു. ബട്ട് സ്പ്രെഡ് സ്പെക്ട്രത്തിൻ്റെ കേസ് വന്നപ്പോൾ ഒരു എൻറ്റയർ ഓഫീസിൽ കവർ ചെയ്യുന്ന തരത്തിന് ഡാറ്റ ട്രാൻസ്മിഷൻ അത് പോസിബിൾ ആക്കിയിരുന്നു. ബട്ട് നാരോ ബേസ് ലൈസൻസ് ഉള്ള നാരോ ബാൻഡ് മൈക്രോവേവ് ലാൻസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ അപ് ടു 28 കിലോമീറ്റർ വൈഡ് റേഞ്ചിൽ കവർ ചെയ്യുന്ന തരത്തിന് ട്രാൻസ്മിഷൻ പോസിബിൾ ആണ്. ഓക്കെ, geographical area has a radius of 28 kilometer and can contain 5 licenses with each license covering 2 frequencies. 5 ലൈസൻസ് വെച്ചിട്ട് ഓരോ ലൈസൻസിനും 2 ഫ്രീക്വൻസി യൂസ് ചെയ്തുകൊണ്ട് അപ്പോൾ അത്രയും കവറേജിൽ
ഡാറ്റ ട്രാൻസ്മിഷൻ അവിടെ പോസിബിൾ ആണ്. And adjacent cell use non-overlapping frequencies band within the overall 18 GHz band, and it provides security from eavesdropping. All transmissions are encrypted. ഈ നാരോ ബാൻഡ് മൈക്രോവേവ് ലാൻഡ് യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അത് ഹൈ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിലെ എല്ലാ ഡാറ്റ ട്രാൻസ്മിഷനും എൻക്രിപ്റ്റഡ് ഫോമിലാണ്. സോ eavesdropping ഉണ്ടാവാനുള്ള ഒരു ചാൻസ് വളരെ വളരെ ലെസ്സാണ്. One advantage of licensed narrowband LAN is that it guarantees interference-free communication. Okay. And another advantages of licensed narrowband LAN is that it guarantees interference-free communication. So this is licensed spectrum. And unlicensed spectrത്തിലേക്ക് വരികയാണെങ്കിൽ റേഡിയോ ലാൻ ആണ് അൺലൈസഡ് സ്പെക്ട്രം യൂസ് ചെയ്തുകൊണ്ട് ഒരു നാരോ ബാൻഡ് വയർലെസ് ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു റേഡിയോ ലാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് 5.8 GHz ബാൻഡിൽ മാക്സിമം ഒരു 10 Mbps അത്രയും ഡാറ്റ റേറ്റ്സ് മാത്രമേ റേഡിയോ ലാനിന് ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഓപ്പൺ ഓഫീസ് ആണെങ്കിൽ മാക്സിമം കവറേജ് അതൊരു 100 മീറ്റർ കവറേജ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സെമി ഓപ്പൺ ഓഫീസ് ആണെങ്കിൽ അതൊരു 50 മീറ്റർ മാത്രമായിരിക്കും റേഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, സോ കമ്പയർ ടു ലൈസൻസ്ഡ് സ്പെക്ട്രം അൺലൈസൻസ്ഡ് സ്പെക്ട്രം ആണെങ്കിൽ വളരെ ഷോർട്ട് റേഞ്ചിൽ വളരെ ഷോർട്ട് ഡാറ്റ റേറ്റ്സ് മാത്രമാണ് അത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, and the radio LAN product automatically elects one node as the dynamic master. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു നോഡിനെ ഡൈനാമിക് മാസ്റ്റർ ആയിട്ട് എലക്ട് ചെയ്യുന്നുണ്ട്. അവിടെയുള്ള പ്രോപ്പർട്ടീസ് ബേസ് ചെയ്തിട്ട് മെയിനായിട്ട് അതിൻ്റെ ലൊക്കേഷൻ, അവിടെ ഉണ്ടാകുന്ന ഇൻ്റർഫറൻസ്, സിഗ്നലിൻ്റെ സ്ട്രെങ്ത്, ഇതെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും ഡൈനാമിക് മാസ്റ്ററിന് റേഡിയോ ലാൻ എലക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡൈനാമിക് മാസ്റ്റർ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ദ ലാൻ ഓൾസോ ഇൻക്ലൂഡ് എ ഡൈനാമിക് റിലേ ഫംഗ്ഷൻ വിച്ച് അലൗസ് ഈച്ച് സ്റ്റേഷൻ ടു ആക്ട് ആസ് എ റിപ്പീറ്റർ ടു മൂവ് ഡാറ്റ ബിറ്റ്വീൻ സ്റ്റേഷൻ ദാറ്റ് ആർ ഔട്ട് ഓഫ് റേഞ്ച് ഓഫ് ഈച്ച് അതർ. ഓക്കെ, സോ ദിസ് ഈസ് നാരോ ബാൻഡ് മൈക്രോവേവ് ലാൻ. ഓക്കെ, അപ്പോൾ വയർലെസ് ലാനിൽ 3 ട്രാൻസ്മിഷൻ ടെക്നിക്സ് പഠിച്ചു: ഇൻഫ്രാറെഡ്, സ്പ്രെഡ് സ്പെക്ട്രം ആൻഡ് നാരോ ബാൻഡ് മൈക്രോവേവ് ലാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.